ചർച്ചയിലേക്ക് ഡോക്ടർ മാത്യു കുഴൽനാടൻ. രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള ശ്രമം എന്നാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം നേരിട്ട് എത്തുന്നത്. ആരാണ് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാൻ യഥാർത്ഥത്തിൽ ശ്രമിക്കുന്നത്? അല്ല, ഈ ഒരു വിഷയം നമ്മളൊരു പൊളിറ്റിക്കൽ ആംഗിളിൽ ചർച്ച ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. ഒന്നാമത്തെ കാര്യം. രണ്ട്, ഈ ഉറി ആക്രമണത്തിന് ഇന്ത്യ പ്രത്യാക്രമണം നടത്തിയതിന് ശേഷം, അല്ലെങ്കിൽ നടത്തുന്ന സമയം വരെയും അത് കഴിഞ്ഞ് അതിനോടനുബന്ധിച്ചുള്ള പൊളിറ്റിക്കൽ കണ്ടക്റ്റും മാനേജ്മെൻറ്റും എല്ലാം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ നേതാക്കളും ഇന്ത്യ എല്ലാവരും ഒന്നുപോലെ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോയതാണ്. പിന്നെ എന്താണ് അതിന് ശേഷം സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, അതിനുശേഷം ആസൂത്രിതമായി ഒരു നാഷണൽ സെൻറ്റിമെൻറ്റ്സിനെ അല്ലെങ്കിൽ ഒരു നാഷണൽ മൂഡിനെ പൊളിറ്റിക്കലി അപ്രോപ്രിയേറ്റ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ രാഷ്ട്രീയപരമായി അനുകൂലമാക്കാനുള്ള ഒരു പരിശ്രമം ഏതെങ്കിലും ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനോട് സ്വാഭാവികമായിട്ടും പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. ആ നിലയിലുള്ള പ്രതികരണമാണ്. പറഞ്ഞപ്പോഴെല്ലാം ഈ ഇന്ത്യൻ സൈന്യം നടത്തിയ സർജിക്കൽ അറ്റാക്കിനെയും അതുപോലെ തന്നെ ആ ഒരു ഓപ്പറേഷനെയും പൂർണ്ണമായിട്ടും പിന്തുണച്ചുകൊണ്ടും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആത്മവീര്യത്തെ അല്ലെങ്കിൽ അവരുടെ ഇതിനെ വളരെ മുഴുവൻ പിന്തുണ കൊടുത്തുകൊണ്ടാണ് എല്ലാവരും സംസാരിച്ചത്. പക്ഷേ എൻ്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാട്, ഇറ്റ് ഈസ് വെരി അൺഫോർച്ചുനേറ്റ് നമ്മളിതൊരു പൊളിറ്റിക്കൽ ഡിസ്കഷനിലേക്ക് ഈ ഇഷ്യൂ പോകുന്നത് രാജ്യത്തിനോ അല്ലെങ്കിൽ നമ്മൾക്കോ ഗുണകരമാകില്ല. ആ ഒരു റിസ്ട്രെയിൻ്റ് ആണ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാകേണ്ടത്. രണ്ട് തലത്തിൽ ആ വിഷയത്തെ വിലയിരുത്താം. ഒന്ന്, ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടോ എന്ന സംശയം തന്നെ രേഖപ്പെടുത്തുന്നവരുണ്ട്. ആ നിലയ്ക്ക് അത് കോൺഗ്രസിൽ നിന്ന് തന്നെ ആ സംശയം ഉയർന്നു വന്നിട്ടുണ്ട്. തെളിവ് വേണമെന്ന് ആവശ്യപ്പെടുന്നവരുണ്ട്. കോൺഗ്രസിൽ തന്നെ മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗ് അടക്കമുള്ളവർ തെളിവ് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ഒരു വശത്ത്. മറ്റൊന്ന്, ഇതിൻ്റെ രാഷ്ട്രീയ പ്രചാരണം. അതായത് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇത് നേരിട്ട് പറയാൻ കാരണം അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ തന്നെയാണ് ഉത്തർപ്രദേശിൽ. അതേ സമയത്ത് അവിടെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ സ്വഭാവത്തിൽ തന്നെ ഈ ആക്രമണത്തെ ഉപയോഗിക്കുന്നുണ്ട് BJP എന്നതാണ് അദ്ദേഹത്തെ ചോദിപ്പിക്കുന്നതും ഈ നിലയ്ക്ക് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നതും. ആദ്യം പറഞ്ഞ ഈ ആക്രമണത്തിന് തെളിവുണ്ടോ എന്നതടക്കമുള്ള സംശയങ്ങൾ ഒരുപക്ഷെ മാത്യു കുഴൽനാടൻ ഇപ്പോൾ പറഞ്ഞതുപോലെ, മുമ്പ് മാത്യു കുഴൽനാടൻ തന്നെ എഴുതിയതും ഞാൻ വായിച്ചു, ആ നിലയ്ക്ക് വേണമെങ്കിൽ അവതരിപ്പിക്കാം. പക്ഷേ ഈ രാഷ്ട്രീയമായ, അതായത് രാഷ്ട്രീയ നേതാക്കളുടെ അല്ലെങ്കിൽ BJP നേതൃത്വത്തിൻ്റെ ഒരു നേട്ടമായി മാത്രം ഇതിനെ അവതരിപ്പിക്കുമ്പോഴല്ലേ പ്രശ്നമാവുന്നത്? അല്ല, അതുതന്നെയാണ് നമ്മളും പറഞ്ഞു വന്നത്. കാരണം പക്ഷേ ഞാൻ ഒരു കാര്യം വളരെ അസന്നിഗ്ധമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഈ നടത്തിയ മിന്നലാക്രമണത്തെ അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്സിന് രാജ്യം തെളിവ് നൽകണം എന്നാവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പൊസിഷൻ കോൺഗ്രസിനില്ല. കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. തീർച്ചയായിട്ടും സഞ്ജയ് നിരുപം പോലെ അല്ലെങ്കിൽ അത് ഒറ്റപ്പെട്ട ചില നേതാക്കളുടെ ആ നിലയിലുള്ള പരാമർശത്തെ പാർട്ടിയുടെ ഒരു നിലപാടായി പറഞ്ഞിട്ടില്ല എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. കാരണം ഈ സർജിക്കൽ സ്ട്രൈക്സ് നടത്തിയതിന് എവിഡൻസ് കൊടുക്കുക എന്നുള്ളത് നയപരമായിട്ടും തന്ത്രപരമായിട്ടും നമ്മൾക്ക് ഗുണകരമായ കാര്യമല്ല. ഇന്ത്യൻ ആർമി, ഇന്ത്യ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു രാജ്യമാണ്. ഒരിക്കലും പാകിസ്ഥാനെ പോലെ മറ്റു രാഷ്ട്രങ്ങളെ പോലെയല്ല. അന്താരാഷ്ട്ര സമൂഹത്തോട്, നിരവധി വിദേശ രാജ്യത്തിൻ്റെ പ്രതിനിധികളോട് ഇന്ത്യ രാജ്യം ഒരു കാര്യം ബ്രീഫ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ അർത്ഥത്തിലും വ്യാപ്തിയിലും ഇല്ലാതെ അങ്ങനെ ചെയ്യത്തില്ല. ഒരു കാരണവശാലും ഇന്ത്യ അന്താരാഷ്ട്ര സമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു നിലപാട് ഈ കാര്യത്തിൽ എടുക്കില്ല. അതുകൊണ്ട് ഇന്ത്യൻ സൈന്യത്തെയോ ഇന്ത്യൻ സർക്കാരിനെയോ ആ കാര്യത്തിൽ അവിശ്വസിക്കുന്ന ഒരു നിലപാട് കോൺഗ്രസ് പാർട്ടിക്കില്ല. തെളിവ് നൽകാൻ ആവശ്യപ്പെടുന്നത് പാർട്ടിയുടെ ഒരു ഔദ്യോഗിക നിലപാടായി ഒരു ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ആരും പറഞ്ഞിട്ടില്ല. അത് അവിടെ നിൽക്കട്ടെ. പിന്നെ ഇവിടെ തീർച്ചയായിട്ടും BJPയോ അല്ലെങ്കിൽ BJPയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ നേതാക്കന്മാരോ ഇത് ഒരു പൊളിറ്റിക്കൽ അച്ചീവ്മെൻ്റായി അല്ലെങ്കിൽ ഒരു സർക്കാരിൻ്റെ നേട്ടമായി അവതരിപ്പിക്കാനുള്ളൊരു പരിശ്രമം ഉണ്ടാകുമ്പോൾ നിർഭാഗ്യകരമാണ്. അതൊട്ടും ശരിയല്ല. നമ്മുടെ രാജ്യം എന്തായാലും ഒരു ഡെമോക്രസിയാണ്. ഓഫ് കോഴ്സ് അങ്ങനെ ഒരു ശ്രമം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായ പ്രതികരണങ്ങൾ ഉണ്ടാവും. അതിൽ നമ്മൾക്ക് ഇപ്പോൾ കോൺഗ്രസ് പറഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല. കോൺഗ്രസ് മാത്രമല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ശരത് പവാറിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. ശരത് പവാർ എന്താണ് പറഞ്ഞത്? സർജിക്കൽ സ്ട്രൈക്സ് ഇതിനു മുമ്പും നടത്തിയിട്ടുണ്ട് ഇന്ത്യ. അത് ഞങ്ങൾ മാത്രം നടത്തിയതാണ് എന്ന തലത്തിലേക്ക് അതിനെ കൊണ്ടുപോകുന്നതിന് കോൺഗ്രസ് മാത്രമല്ല,
തീർച്ചയായിട്ടും അതൊരു നല്ലൊരു കീഴ്വഴക്കമല്ല, അല്ലെങ്കിൽ അതാണ് അവിടെ ഒരു രാഷ്ട്രീയപരമായ ഒരു പക്വത എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കാണിക്കുന്നത്. അതാണ് മൂന്ന് കാര്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുന്നത്. ഒന്ന്, ഈ നിലയ്ക്കൊരു ആക്രമണം നടന്നിട്ടുണ്ടോ എന്ന സംശയം തന്നെ ഉയർത്തുന്ന ചില നേതാക്കളുണ്ട്. ആ നിലയ്ക്കൊരു ചർച്ചയും ഒരു ഘട്ടത്തിൽ ഉയർന്നു വന്നതാണ്. അതുപോകട്ടെ, അങ്ങനെ ഒരു ആക്രമണം വെളിപ്പെടുത്തുക എന്നത് മാത്രമാണ് ഇപ്പോൾ ബി ജെ പി സർക്കാർ ചെയ്തിരിക്കുന്നത്. മുമ്പ് UPA-യുടെ കാലത്ത് 4 തവണ ഇതേ ആക്രമണം നടന്നതാണ് എന്ന് ശരത് പവാർ പറഞ്ഞിരിക്കുന്നു. AK ആന്റണിയും ഏതാണ്ട് അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇത്തവണത്തെ ആക്രമണത്തിൻ്റെ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായി എന്ന് വെളിപ്പെടുത്തുക മാത്രമല്ല, ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ അത് വലിയൊരു പ്രചാരണ വിഷയമായി BJP ഏറ്റെടുക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ സ്വാഭാവികമല്ലേ രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം? അല്ല ഹർഷ, ഇവിടെ BJP ഇങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഒരിക്കലും നടത്തിയിട്ടില്ല. ഇത് അതേസമയം ഗവൺമെൻറ്, നേരത്തെ ഇവിടെ എൻ്റെ സുഹൃത്ത് കുഴൽനാട് സൂചിപ്പിച്ചല്ലോ, ഗവൺമെൻറ് അതിൻ്റെ 100% ഉത്തരവാദിത്തങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മിലിറ്ററിയുടെ ഉന്നതനായ ഉദ്യോഗസ്ഥൻ തന്നെയാണ് അവിടെ നടന്നത് എന്താണ് എന്ന് ചുരുക്കം ചില വാക്കുകളിലെങ്കിലും പുറത്തു പറഞ്ഞത്. അതേപോലെ തന്നെ ഈ വിദേശ രാജ്യങ്ങളുടെ പ്രതിനിധികളെ അടക്കം വിളിച്ചു വരുത്തി ഈ കാര്യങ്ങളെല്ലാം, കാരണം അന്താരാഷ്ട്ര സമൂഹത്തിൽ നമ്മുടെ യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുള്ളതുകൊണ്ട് ആ കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ ഗവൺമെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് ആ നിലയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് അന്ന് നടന്നത്. പക്ഷേ അതിനുശേഷം ഈ കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ സംശയം ഉന്നയിച്ചത്, അല്ലെങ്കിൽ ഇതിന് തെളിവ് വേണം എന്ന് ആവശ്യപ്പെട്ടത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദിഗ്വിജയ് സിംഗ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസിൻ്റെ ഔദ്യോഗിക തീരുമാനമല്ല എന്ന് കുഴൽനാടൻ പറയുന്നത് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഇന്ത്യയിൽ ആകമാനമുള്ള ജനങ്ങൾക്ക് മനസ്സിലാവില്ല. കേജ്രിവാൾ പറയുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഈ തരത്തിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടോ എന്ന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് പാകിസ്ഥാനെ സഹായിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനം ചുരുക്കം ചില ഭാഗങ്ങളിൽ നിന്നെങ്കിലും ഉയർന്നു വന്നപ്പോൾ അതിന് മറുപടി പറയാൻ ഒരുപക്ഷെ BJP-യുടെ ചില നേതാക്കന്മാർ തയ്യാറായിട്ടുണ്ടാവാം. അതാണ് BJP എന്ന നിലയിൽ രാഷ്ട്രീയ പാർട്ടി ഇതിൽ അഭിപ്രായം പറയാൻ പോലും ഇടയായത്. പിന്നെ ഇതിനു മുമ്പ് 3 പ്രാവശ്യം നടന്നു, 4 പ്രാവശ്യം നടന്നു, ശരിയായിരിക്കാം, അല്ല നമ്മൾ നിശ്ചയം. പക്ഷേ ഈ പ്രാവശ്യത്തെ ഈ സർജിക്കൽ അറ്റാക്കിൻ്റെ പശ്ചാത്തലം എന്താ? നമ്മുടെ രാജ്യത്ത് കടന്നു കയറി തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പട്ടാളക്കാരെ തന്നെ ചുട്ടുകൊല്ലുന്ന അന്തരീക്ഷമുണ്ടായി. അപ്പോൾ അതിനെതിരെ ഇന്ത്യ മഹാരാജ്യത്ത് മുഴുവൻ ഒരു ജനവികാരമുണ്ടായി. എല്ലാ രാഷ്ട്രീയത്തിനതീതമായി സമൂഹത്തിൽ മുഴുവൻ അതിനെതിരെ പ്രതികരിക്കണം എന്നുള്ള ഒരു അന്തരീക്ഷമുണ്ടായി. ഇത് ആദ്യ സംഭവമല്ല, നമുക്കറിയാം പാർലമെൻറ്റ് ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ബോംബെ ആക്രമണം ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനെ അനേക സംഭവങ്ങൾ നമ്മുടെ ഉണ്ടായി. പക്ഷേ ആ അക്രമങ്ങളിൽ നിന്ന് കുറേ കൂടി വ്യത്യസ്തമായി പട്ടാള ക്യാമ്പിന് നേരിട്ട് എതിരായി ഉണ്ടായ അറ്റാക്ക്, അതിനെതിരെ പട്ടാളം പ്രതികരിക്കണം. ഇത് പട്ടാളത്തിന്റെ കൂടി ആത്മവിശ്വാസത്തിന്റെ ആവശ്യമാണ്. ദേശീയ മാധ്യമങ്ങളടക്കം ആ നിലയ്ക്ക് ഒരു ചർച്ച ഉയർത്തിക്കൊണ്ടുവന്നത് സ്വാഭാവികമായും ആ നിലയ്ക്ക് ഒരു സമ്മർദ്ദത്തിലേക്ക് ഈ സർക്കാരിനെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അത് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം കൂടി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് ശരിയാണ്. പക്ഷേ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും UPA സർക്കാരിൻ്റെ കാലത്ത് സമാനമായ അവസ്ഥയിലല്ല ആക്രമണം നടന്നതെന്ന്? അവരതിൻ്റെ രാഷ്ട്രീയ നേട്ടം ഏറ്റെടുക്കാൻ തയ്യാറായിരുന്നില്ല. ഇതുപോലെ തന്നെ ആക്രമണം ഉണ്ടാകുമ്പോഴായിരിക്കുമല്ലോ തിരിച്ചും ആക്രമിച്ചിട്ടുണ്ടാവുക. തിരിച്ചാക്രമിച്ചാൽ അതിനെ രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്താൻ അന്ന് സർക്കാർ തയ്യാറായിരുന്നില്ല എന്നതാണ് AK ആന്റണിയുടെയും ശരത് പവാറിൻ്റെയും വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊരു രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കൽ കൂടിയാണ്. ഹർഷ, രാഷ്ട്രീയ നേട്ടത്തിലുപരി ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പാകിസ്ഥാനിൽ നടക്കാനിരുന്ന അന്താരാഷ്ട്ര തലത്തിൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായ സമ്മേളനം, ആ സമ്മേളനത്തിൽ നിന്ന് എത്രയോ രാജ്യങ്ങൾ പിന്മാറി. നേപ്പാൾ അടക്കമുള്ള ആളുകൾ പ്രതിസന്ധിയിലായി, അല്ലെങ്കിൽ അവരെല്ലാം ശ്രീലങ്ക പിന്മാറി. അങ്ങനെ ആ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ നിലപാട് ശരിയാണ് എന്ന് സമൂഹത്തിൻ്റെ മുന്നിൽ പ്രൂവ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. ആ സാഹചര്യമാണ് അതേപോലെ അമേരിക്കയടക്കം ചൈനയടക്കം ഉള്ള രാജ്യങ്ങളുടെയൊക്കെ പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ നമുക്കില്ലേ. അപ്പോൾ അവരെയെല്ലാം ഈ കാര്യത്തിൽ ഒരു ബോധ്യപ്പെടുത്തേണ്ട പ്രത്യേക രാഷ്ട്രീയ അന്തരീക്ഷം അല്ലെങ്കിൽ അന്താരാഷ്ട്ര അന്തരീക്ഷം തന്നെ ഇന്നുണ്ടായിരുന്നു.
ആ കാര്യമാണ് ഗവൺമെൻറ് നിർവഹിച്ചത്. അത് നേരത്തെ കുഴൽനാട് സൂചിപ്പിച്ചല്ലോ, ആ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനെ എല്ലാവരും ശ്ലാഘിക്കുകയാണ് ചെയ്തത്, എല്ലാവരും അനുമോദിക്കുകയാണ് ചെയ്തത്. എല്ലാ നേതാക്കന്മാരെയും ഇത് BJPയുടെ ക്രെഡിറ്റായി എടുക്കാനല്ല, മറിച്ച് കോൺഗ്രസിൻ്റെ സോണിയാഗാന്ധിയെ തന്നെ ഈ വിവരം ആ തത്സമയം തന്നെ ഉടനെ തന്നെ അത് അറിയിക്കുന്നു. അതേപോലെ മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാരെയൊക്കെ അറിയിക്കുന്നു. അങ്ങനെ ഉത്തരവാദിത്വങ്ങൾ സമ്പൂർണ്ണമായി വളരെ മാന്യമായി നിർവഹിക്കുന്ന സമീപനമല്ലേ ഗവൺമെൻറ് സ്വീകരിച്ചത്. അങ്ങനെ നിർവഹിച്ചതിന് ശേഷം ഇത് ഇപ്പം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചല്ലോ, ഇതിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇനി BJPക്ക് ഒരുപക്ഷെ ഗുണമായി മാറുമോ എന്ന് ചില ആളുകൾക്ക് ആശങ്കയുണ്ടായിരിക്കാം. തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഇപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള നേതാക്കൾ ഇത് സംബന്ധിച്ച് പിന്നീട് നടന്ന ചർച്ചകളിലെല്ലാം പ്രതികരിക്കുന്നത് അവിടെ ഈ ഒരു ആക്രമണത്തെ മുൻനിർത്തിയാണ്. ആ ആക്രമണത്തെ BJPയുടെ നേട്ടമായി അവതരിപ്പിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ BJP ഒരുങ്ങുന്നത് എന്നത് തന്നെയാണ്. അതുതന്നെയാണ് കോൺഗ്രസിനെയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളെയും, അവിടെ ഇപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞതുകൊണ്ട് ഇതിന് കൂടുതൽ ദേശീയ ശ്രദ്ധയുണ്ടായി. അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇതേ ആരോപണം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം, ഡോക്ടർ PJ വിൻസെൻറ്റിലേക്ക്. ഡോക്ടർ PJ വിൻസെൻറ്റ്, ഈ പറഞ്ഞ രാഷ്ട്രീയ വിഷയങ്ങൾക്കപ്പുറത്ത് രണ്ട് വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒന്ന് AK ആൻ്റണിയുടേത്, ഒന്ന് ശരത് പവാറിൻ്റേത്. അവർ വളരെ കൃത്യമായി പറഞ്ഞു ഇതിനു മുമ്പും ഇത്തരം ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ആ ആക്രമണങ്ങൾ വെളിപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല അന്നത്തെ സർക്കാർ എന്ന്. ഈ പുതിയ സാഹചര്യത്തിൽ അതെന്നാണ് ആ ആക്രമണം ഉണ്ടായത് എന്ന് കൃത്യമായി പറയുന്നില്ലെങ്കിലും എന്തായാലും ഇന്ത്യക്ക് നേരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായപ്പോഴായിരിക്കും അങ്ങോട്ട് ഇത്തരത്തിലൊരു സർജിക്കൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ടാവുക. ഈ പുതിയ സാഹചര്യവും അന്നത്തെ സാഹചര്യവും എങ്ങനെയായിരിക്കും അപ്പോൾ വ്യത്യസ്തമായിട്ടുണ്ടാവുക? ഇത് പുതിയ സാഹചര്യമാണ്. കാരണം 2011 മുതൽ 2014 വരെയുള്ള ആക്രമണങ്ങളുടെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിർത്തി കടന്നുണ്ടായ സംഘർഷം, ഇത് രാജ്യസഭയിൽ വെച്ച കണക്കാണ്. അതിൽ 80% നടന്നത് ലൈൻ ഓഫ് കൺട്രോളിലാണ്, LOC കടന്നിട്ടുള്ള ആക്രമണം. പക്ഷേ